ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയും മകളും കൂടി നാളെ അമ്പലം മുറ്റത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. പട്ടുപാവാടയിട്ട് ഓടി വരുന്ന എന്റെ പത്മയുടെ മുഖം എന്റെ മനസ്സ് നിറയെ. ഫിലോസഫി പറയാണെന്ന് തോന്നണ്ട. ഈ ലോകം ഒരു സത്രമാണ്. നമ്മളൊക്കെ കുറച്ചു നാളത്തേക്ക് കയറിയൊന്നും താമസിക്കുന്ന വെറും ഗസ്റ്റുകളും. എന്താ ഇത്? റിട്ടേൺ ടിക്കറ്റ് ആയിട്ട് തന്നെയാ നമ്മൾ വരുന്നത്. കാലാവധി നിശ്ചയിച്ചു വിടുന്ന ആള് കാലവൃഷ്ണ. അദ്ദേഹം പറയുമ്പോ ആർക്കും പോയേ പറ്റൂ. മരണമായിട്ടാ നമ്മൾ ഏറ്റവും ഏറെ കടപ്പെട്ടിരിക്കുന്നത്. അച്ഛനെതിരെ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? അച്ഛൻ ഇങ്ങനൊന്നും പറയാത്തത് എന്റെ അച്ഛൻ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. എന്റെ അച്ഛന്റെ ഉള്ളിൽ വല്ലാതെ പൊള്ളുന്നുണ്ട്. ഞാനായിട്ട് അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി അച്ഛ. എന്നോട് ക്ഷമിക്കച്ച, ക്ഷമിക്ക. മോള് വിഷമിക്കാതെ. നീ പറഞ്ഞോർത്ത് എനിക്ക് ഒരു വിഷമവും. അതൊന്നും എന്റെ മനസ്സിനെ വേദനിപ്പിക്കുകയില്ല. ഞാൻ ഓർത്തത് വേറെ ചില കാര്യങ്ങളാ. അതൊന്നും തൽക്കാലം നീ അറിയേണ്ടതായ വിഷയങ്ങളുമല്ല. നിന്റെ മുറിയിലേക്ക് ചെല്ലിപ്പോ. എന്നോട് അച്ഛന് ഒരു പിണക്കമില്ലല്ലോ? ഇല്ല മോളെ, മുളിച്ചില്ല. ദൈവമേ, ഇവരോടൊക്കെ ഞാൻ എങ്ങനെ വിട പറയും? എന്തിനാ ദൈവമേ എനിക്ക് ഈ വിധി തന്നത്? ഇതെന്ത് പറ്റി? അമ്മയും മോളും കൂടി സംസാരിച്ച് കരച്ചിലായോ അതോ വഴക്കിലായോ? എന്താ അമ്മമ്മയൊന്നും മിണ്ടാത്തെ? ഞാൻ എന്റെ മോളുടെ ശബ്ദം കേട്ടപ്പോഴേ കരഞ്ഞുപോയി. ഞാൻ പിന്നെ ഒന്നും സംസാരിച്ചില്ല മോളെ. അമ്മയാണല്ലോ വീണ്ടും ഇങ്ങോട്ട് വിളിക്കുന്നത്. അമ്മമ്മയ്ക്ക് അമ്മയോട് സംസാരിക്കണ്ടേ? സംസാരിക്കണം. ഞാനേ മീഡിയേറ്റർ ആവാം. അമ്മയ്ക്കും മകൾക്കും ഈ കൊച്ചുമകള് മീഡിയേറ്റർ ആവാം. ഹലോ. ഹലോ അമ്മേ. മോളായിരുന്നോ? ഇത് പുതിയ നമ്പറാണോ? ആ, ഈ നമ്പറിന്റെ ഉടമ ഒരു സർപ്രൈസ് പേഴ്സണാ. ആൾക്ക് കൊടുക്കട്ടെ? ആ, കൊടുക്ക. ഹലോ. ഹലോ, എന്താ ഒന്നും മിണ്ടാത്തെ? ആരാ? മോളെ, ഞാൻ നിന്റെ അമ്മയാ.
മോളെ, എന്റെ പൊന്നമ്മേ, എന്റെ പൊന്നുമോളെ, എനിക്ക് നിന്നെ ഒന്ന് കാണണല്ലോ. കാണാം അമ്മേ. അമ്മ ഇപ്പൊ കാണാൻ പറ്റുമോ? ഞാൻ എവിടെ വരണമെന്ന് പറഞ്ഞാ മതി, അങ്ങോട്ട് വരാം. ഇപ്പൊ പോവാൻ പറ്റുമോ മോളെ? ഫോണിങ് തന്നെ. ദാ, അല്ല അമ്മേ, എന്തായാലും വർഷം 10-23 കഴിഞ്ഞില്ലേ അമ്മയും മോളും തമ്മിൽ കണ്ടിട്ട്. അതുകൊണ്ട് ഇന്നും കൂടി ക്ഷമിക്ക്. നാളെ നമുക്ക് വെള്ളിമുത്ത് അമ്പലത്തിൽ വെച്ച് കാണാം. പോരെ? മതി മോളെ. ഇപ്പൊ സന്തോഷായില്ലേ? അമ്മയും മകളും കൂടി നാളെ അമ്പലം മുറ്റത്ത് വെച്ച് കണ്ടുമുട്ടുന്നു. പട്ടുപാവാട ഇട്ട് ഓടി വരുന്ന എന്റെ പത്മയുടെ മുഖം എന്റെ മനസ്സ് നിറയെ. എന്താ മിനിസ്റ്റർ പ്രതാപവർമ്മേ, ഗാഢമായിട്ടൊരു ആലോചന? എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ പകച്ചു നോക്കുന്നേ? ഞാൻ മറ്റാരും അല്ലടോ, നിങ്ങളുടെ മനസ്സ് തന്നെയാ. നിങ്ങള് മാനസികമായി ആകെ തകരുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതറിഞ്ഞ് നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വന്നതാ ഞാൻ. തികച്ചും അർത്ഥപൂർണമായ ഒരു ജീവിതമല്ലേ നിങ്ങൾ നയിച്ചത്. ആർക്കും ഒരു ദോഷവും ചെയ്തില്ല, കഴിയുന്നത്ര എല്ലാവരെയും സഹായിക്കുകയും ചെയ്തു. ഭാര്യ ഉപേക്ഷിച്ചു പോയിട്ടും നിങ്ങൾ നിങ്ങളുടെ മകളെ വളർത്തി, അതും നിങ്ങളുടെ തന്നെയാണോ എന്ന് ഇപ്പോഴും ഉറപ്പില്ലാത്ത നിങ്ങളുടെ മകളെ. അതെ, അവള് എന്റെ മകള് തന്നെയാണോന്ന് എനിക്ക് വ്യക്തമായിട്ട് ഉറപ്പില്ല. എങ്കിലും ഞാൻ അവളെ എന്റെ മകളായി തന്നെ സ്നേഹിക്കുന്നു. അതൊരർത്ഥത്തിൽ ത്യാഗവും തന്റെ കാരുണ്യവും അല്ലേ പ്രതാപ?